ജനാധിപത്യത്തിലെ വളരെ പാരമ്പര്യമുള്ള ബ്രിട്ടനിൽ നിന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടന്റെ പാരമ്പര്യത്തെ പല രീതിയിലും പിന്തുടർന്നു വരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനം, ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്ന് പറയുന്ന സ്ഥാനം ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിക്ക് തുല്യമാക്കുകയും ധാരാളം പ്രധാനമന്ത്രി കഴിഞ്ഞാൽ തൊട്ടടുത്ത് പ്രോട്ടോകോളിൽ അദ്ദേഹത്തിന് സ്ഥാനം കൊടുത്തിരിക്കുകയും മറ്റ് പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും അദ്ദേഹത്തെ ഒരു ഭരണഘടനാപരമായി തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ഒരു ഭാഗമാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. എന്നാൽ ചിലരൊന്നും അവരുടെ കസേരയ്ക്ക് ഒത്തു ഉയരുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ പരാതി. ഏറ്റവും പുതുതായി നമ്മുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ പറ്റി ഉള്ള പരാതി, ഇന്ത്യയിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുത്തില്ല എന്നുള്ളതാണ്. ചീഫ് വിജിലൻസ് കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തുടങ്ങിയ പ്രധാനപ്പെട്ട പദവികളിലെല്ലാം ആൾക്കാരെ നിയമിക്കുമ്പോൾ ആ കമ്മിറ്റി അതിലുൾപ്പെട്ട കമ്മിറ്റിയിൽ പ്രതിപക്ഷ നേതാവ് ഒരു അംഗമാണ്. അത് ഒരു അലങ്കാരിക പദവിയല്ല, അത് അദ്ദേഹത്തിനുള്ള വിരുദ്ധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അതിനെ വിമർശിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ് ജനാധിപത്യം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. എന്നാൽ നെഹ്റു ഗാന്ധി കുടുംബത്തിന് പാരമ്പര്യമായിട്ട് കിട്ടിയ ഭരണഘടനയോടും ജനാധിപത്യ സംവിധാനങ്ങളോടുമുള്ള അവഗണനയും അദ്ദേഹം ഒന്നുകൂടി പുറത്തു കാണിച്ചിരിക്കുകയാണ്. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അക്കാര്യം നേരത്തെ മുൻകൂട്ടി രാഷ്ട്രപതിയെയും ഉത്തരവാദിത്തപ്പെട്ടവരെയും അറിയിക്കേണ്ടതും അല്ല, അതിനു പകരം അദ്ദേഹത്തിന് റെപ്രസെന്റേറ്റീവായി വേറെ ഒരാളെ അയക്കുകയും ചെയ്യാമായിരുന്നു. അതിനു പകരം ഭരണഘടനാ സ്ഥാപനങ്ങളായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും വിരമിക്കുന്ന ചീഫ് ജസ്റ്റിസിനെയും രാഷ്ട്രപതിയെയും മറ്റു ഭരണഘടനാ പദവി വഹിക്കുന്ന വ്യക്തികളെയും അവഹേളിച്ചുകൊണ്ടുമാണ് ശ്രീ രാഹുൽ ഗാന്ധി ഇത്തരം ഒരു രീതിയിൽ പ്രവർത്തിച്ചതെന്നാണ് പരക്കെയുള്ള വിമർശനം. BJPയുടെ വക്താക്കൾ സ്വാഭാവികമായിട്ടും ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു. അത് ഭരണകക്ഷി പാർട്ടി എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചതായിരിക്കാം, നമ്മൾ അതിനെ പറ്റിയിട്ട് കമന്റ് ചെയ്യുന്നില്ല. പക്ഷേ ജനാധിപത്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയെ പോലുള്ള ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജനാധിപത്യത്തിൽ പ്രതിപക്ഷ നേതാവിനുള്ള സ്ഥാനം, മാനം, ഇതൊന്നും നമുക്ക് ചെറുതാക്കാൻ സാധിക്കില്ല. ആൾക്കാരുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് നമുക്ക് ഈ സ്ഥാപനങ്ങളുടെ വലിപ്പം നമുക്ക് കുറയ്ക്കാനും സാധിക്കത്തില്ല. എന്തായാലും ഭരണഘടനാ മൂല്യങ്ങളോടും ഭരണഘടനാ സ്ഥാപനത്തോടും പ്രതിപക്ഷ നേതാവ് നീതി പുലർത്തുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരാവശ്യമല്ല, അത് രാജ്യത്തിന്റെ ആവശ്യമാണ്. ഗവൺമെന്റിൽ നിന്നും ശമ്പളവും അലവൻസും ബത്തയും ഒക്കെ വാങ്ങുന്നത് ഇത്തരം കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിക്കാൻ കൂടിയാണെന്ന് നമ്മൾ ഓർമ്മിക്കുന്നു. നന്ദി, നമസ്കാരം.